ഹലോ ഡിയേഴ്സ്, അപ്പം ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമായിരുന്നു +2 ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സേ എക്സാമിന്റെ റിസൾട്ട് ഇന്ന് വരുമോ എന്നുള്ള ഒരു കാര്യം. സോ അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറയാറുണ്ട്, എക്സാമുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെച്ചോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സുകളോടൊക്കെ ഷെയർ ചെയ്തോളൂ. കാരണം നമ്മൾ ഇതിനകത്ത് +2 റീവാലുവേഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പറഞ്ഞിരുന്നു, +1 റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, കഴിഞ്ഞ വർഷങ്ങളിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. കൃത്യമായ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ നൽകാറുള്ളൂ. സോ +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എന്ന് വരുമോ, ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് +2 സേയുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും, പേടിക്കണോ സാറേ എന്നൊക്കെ ഉള്ള രീതിയിൽ അതിനകത്ത് കമന്റുകളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. സോ അതിലോട്ടൊക്കെ ഞാൻ വരാം. സോ ഞാൻ ആദ്യം അതിനകത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങളിപ്പം സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതി നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകളാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആയിട്ട് 5 മാർക്കുള്ളവർക്കൊക്കെ 24 കിട്ടിയിട്ടുണ്ട്, 6 27 ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പം നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കുക, അഡ്ഡപ്പടലും ഫെയിൽ ആയവർക്ക്, ഇവർക്കൊക്കെ പഠിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരെ, എന്നിട്ട് പോലും അവർക്കൊക്കെ 28 കിട്ടിയില്ലേ, 29 കെമിസ്ട്രിയിൽ കിട്ടിയില്ലേ, 6 മാർക്ക് 32 ആയില്ലേ. അങ്ങനെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞ ഇത് ഇംപ്രൂവ്മെന്റിന്റെ അല്ല കേട്ടോ. പിന്നെ ഇവരൊക്കെ 2 വട്ടം ഫെയിൽ ആയവർക്ക് പോലും +1 ഇംപ്രൂവ്മെന്റ് വന്നപ്പോൾ 36, +2 അതായത് സേന്റെ സമയം സേ ഇതിനകത്ത് റിസൾട്ട് വന്നപ്പോൾ, പിന്നെ ഇവരെ +2 സേന്റെ അതിനകത്ത് വന്നപ്പോൾ കണ്ടോ 46 ഒക്കെ. അപ്പൊ ബിലോ ആവറേജ് നിൽക്കുന്നവർക്ക് പോലും അത്യാവശ്യം നല്ല നല്ല മാർക്ക് കിട്ടിയത് കാണാൻ സാധിക്കും. ഇത് പിന്നെ ഫെയിൽ ആയപ്പോൾ വന്ന 9 ഉള്ളത് കണ്ടോ, ഇവിടെ 36, 15, 39 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ 16 +1 അങ്ങനെ +2 ഫെയിൽ ആയിട്ട് 40 വന്നിട്ട കേസുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, പേടിക്കണ്ട, നിങ്ങൾ മാർക്ക് കുറയുമെന്ന് വിചാരിച്ച് പേടിക്കണ്ട. കഴിഞ്ഞ വർഷമൊക്കെ സേയുടെ റിസൾട്ട് അതിനകത്ത് 9-31 ആയിട്ടുണ്ട്, 17-30 ആയിട്ടുണ്ട്, 10 മാർക്ക് 28 ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബാച്ചിൽ കഴിഞ്ഞ വർഷം സേയുടെ റിസൾട്ടുകളാണ്. അപ്പം സേക്ക് എന്ത് ചെയ്യും, ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാർക്ക് നൽകാനുള്ളതൊക്കെ അതിനകത്ത് നൽകിയിരിക്കും. മനസ്സിലായില്ലേ, അതിനകത്ത് കിട്ടും. അപ്പൊ നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പം കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ സേ ബാച്ചിൽ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, കുറഞ്ഞ മാർക്കുള്ളവർക്ക് പോലും നല്ല മാർക്ക്, ഡബിൾ പാസിനടുത്തും അതിന് മുകളിലും മാർക്കൊക്കെ വന്നിട്ടുണ്ട്. A+, എന്തിനേറെ ഫെയിൽ ആയവർക്ക് A+-നടുത്ത് വരെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് ഈ ഒരു സേ എക്സാം എന്ന് പറയുന്നത് തന്നെ. അപ്പം നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സ്റ്റെപ്പിനടക്കം മാർക്കുകൾ, ഇക്വേഷൻ അടക്കം മാർക്കുകളൊക്കെ കിട്ടും. അപ്പം നിങ്ങൾ അതിനകത്ത് അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട. റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും, മാർക്ക് കിട്ടട്ടെ. അപ്പം അതൊക്കെയാണ്. ഇനി എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട സേയുമായി ബന്ധപ്പെട്ട നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, സേ ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട, അതിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കമന്റ് ബോക്സിൽ വെക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. 77 36 70 70 45. മനസ്സിലായില്ല. അപ്പം അതിനകത്ത് അത്രയും മാർക്ക് കുറവുള്ളവർക്ക് പോലും അങ്ങനെയൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല മാർക്ക് കിട്ടും. റിസൾട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ പാസ്സാവും. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് ഒരു കാര്യം. പിന്നെ പലരും ചോദിച്ച കാര്യം, ഇനിയിപ്പം സേ അതിനകത്ത് ഇപ്പം ഇൻ കേസ് മാർക്ക് കുറഞ്ഞു, ഫെയിൽ ആയാൽ പോലും പിന്നെ ഒക്ടോബറിൽ ഇപ്പം ഇംപ്രൂവ്മെന്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ +1ന്റെ, അപ്പം +1 എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനൽ വഴി വീഡിയോ ഒക്കെ ഇട്ട് ഉടനെ തന്നെ ചെയ്യും ഞാൻ. അപ്പം അതിനു വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കിക്കോളൂ. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിലോട്ട് ജോയിൻ ആയിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. ഇനി അതിനകത്ത് മറ്റൊരു കാര്യം, ഇനി നമുക്ക് റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ലേറ്റസ്റ്റ് അതിനകത്ത് അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, അതിനകത്ത് ഡബിൾ വാല്യുവേഷനാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾ ഇതിനകത്ത്, അതായത് നമ്മളെ കീമിനൊക്കെ പരിഗണിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ്, ബയോ അല്ല, അതിനകത്ത് അത്തരം സബ്ജക്റ്റുകളിൽ ഇതിനകത്ത് ഡബിൾ വാല്യുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ്, സമയമെടുക്കും വാല്യുവേഷൻ. അപ്പം 24 എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രഡിക്റ്റ് ചെയ്തിരുന്ന ഒരു ഡേറ്റ്, അപ്പം അതിനോട് തൊട്ടടുത്ത് 25 എന്തായാലും 25 അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക്, അതായത് 24 വരെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 25 ആകുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. മിക്കവാറും 25 നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ, നിങ്ങളുടെ ചാനലിലോട്ടൊക്കെ ഷെയർ ചെയ്യൂ. അടിപൊളിയായിട്ട് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.